എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഒക്ടോബർ 7-ാം തീയതി നടന്ന LDC എക്സാമിൻ്റെ മലയാള ചോദ്യങ്ങളാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി GK ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, ഇംഗ്ലീഷ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കുക. നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദമേത്? നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ എ നൈതികം, ഓപ്ഷൻ ബി നിയാമകം, ഓപ്ഷൻ സി നിയുക്തം, ഓപ്ഷൻ ഡി നിയമം. ഏതാണ് നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം? നൈതികമാണ് കേട്ടോ, നൈതികം. അടുത്ത ചോദ്യം, ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം. ഓക്കെ, ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം. ഒത്തിരി തവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ധനാശി പാടുക. ഓപ്ഷൻ എ ആരംഭിക്കുക, ഓപ്ഷൻ ബി പെട്ടെന്ന് ഭയപ്പെടുത്തുക, ഓപ്ഷൻ സി അപൂർണമായി നിർത്തുക, ഓപ്ഷൻ ഡി അവസാനിപ്പിക്കുക. ഏതാണ് ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം? അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ, അവസാനിപ്പിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ എനിക്ക് 10 തേങ്ങകൾ വേണം, ഓപ്ഷൻ ബി എനിക്ക് 10 തേങ്ങ വേണം, ഓപ്ഷൻ സി എനിക്ക് 10 തേങ്ങകളാണ് വേണ്ടത്, ഓപ്ഷൻ ഡി എനിക്ക് 10 തേങ്ങകളോളം വേണം. അപ്പോൾ ഇത് വാക്യശുദ്ധിയുടെ ഭാഗത്ത് വരുന്നതാണ്. ഇവിടെ ഈ തേങ്ങകളാണ്, തേങ്ങകളോളം എന്ന് പറയുന്ന പ്രയോഗമൊക്കെ തെറ്റാണ്. ഓക്കെ, എനിക്ക് 10 തേങ്ങ വേണം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. എനിക്ക് 10 തേങ്ങ വേണം, എനിക്ക് 10 പുസ്തകം വേണം. പുസ്തകങ്ങൾ, തേങ്ങകൾ എന്ന് പറയുന്ന കൾ എന്ന് പറയുന്ന പ്രയോഗം അവിടെ ആവശ്യമില്ല, അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? എനിക്ക് 10 തേങ്ങ വേണം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. ഉന്നമ്രം, ഉന്നമ്രം എന്ന് പറയുന്ന പദം ശരിയായിട്ട് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ ഉൻ പ്ലസ് നമ്രം, ഓപ്ഷൻ ബി ഉൽ പ്ലസ് നമ്രം, ഓപ്ഷൻ സി ഉത് പ്ലസ് നമ്രം, ഓപ്ഷൻ ഡി ഉൻ പ്ലസ് അമ്രം. അപ്പോൾ ഉത്തരം എന്താണ്? ഉത് പ്ലസ് നമ്രമാണ് കേട്ടോ, ഉത് പ്ലസ് നമ്രമാണ് ഉന്നമ്രത്തിനെ പിരിച്ചെഴുതുന്നതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദം ഏത്? ആമയുടെ പര്യായമായി വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ മേഷം, ഓപ്ഷൻ ബി കച്ചപം, ഓപ്ഷൻ സി മരാളം, ഓപ്ഷൻ ഡി മണ്ടൂകം. ഏതാണ്? കച്ചപമാണ് കേട്ടോ. ആമ എന്ന് പറയുന്നതിൻ്റെ പര്യായം എന്താണ്? കച്ചപമാണ്, കച്ചപം. അടുത്ത ചോദ്യം. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ നിങ്ങൾക്ക് സൂര്യനാകണമെങ്കിൽ നിങ്ങൾ സ്വയം കത്തിജ്വലിക്കണം, നിങ്ങൾ സൂര്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം തിളങ്ങണം, നിങ്ങൾക്ക് സൂര്യനാവാനും കത്തിജ്വലിക്കാനും കഴിയും, നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. അപ്പോൾ ഏതാണ് ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. ആ ഫസ്റ്റ് ഉണ്ടല്ലേ, അപ്പോൾ ആദ്യം, ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം, അപ്പോൾ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. ആ സെൻറ്റൻസ് നോക്കി നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? സൂര്യനെ പോലെ കത്തിജ്വലിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദമേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദമേത്? ഓപ്ഷൻ എ അധ്യാപകർ, ഓപ്ഷൻ ബി കവികൾ, ഓപ്ഷൻ സി സ്വാമികൾ, ഓപ്ഷൻ ഡി ശിഷ്യന്മാർ. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് വചനം എന്ന് പറയുന്ന ഭാഗം നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കണ്ടവർക്ക് ഇത് ഈസി ആയിട്ട് കിട്ടും. ഏതാണ്? അധ്യാപകർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറേ അധ്യാപകന്മാരാണ് അല്ലേ.
കവികൾ എന്ന് പറഞ്ഞാൽ ഒരു കവികളുടെ കൂട്ടമാണ്. ശിഷ്യന്മാർ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെയാണ്. സ്വാമികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒത്തിരി സ്വാമിമാർ എന്നുള്ളതാണോ അർത്ഥം? അല്ല, നമ്മൾ ഒരു സ്വാമിയാണെങ്കിലും അവരെ നമ്മൾ ബഹുമാനാർത്ഥം അല്ലെ സ്വാമികൾ എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ബഹുമാനാർത്ഥം നമ്മൾ സ്വാമികൾ എന്നാണ് വിളിക്കുന്നത്, അല്ലാതെ ബഹുവചനം അല്ല അല്ലേ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏതാണ്? സ്വാമികളാണ്. അപ്പോൾ നമ്മൾ സ്വാമികൾ എന്ന് വിളിക്കുന്നത് ഒരാളെ തന്നെയാണ്, ബഹുമാനാർത്ഥമാണ് അങ്ങനെ വിളിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, സ്വാമികൾ. അടുത്ത ചോദ്യം നോക്കുക. അവരജൻ. അവരജൻ എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? അവരജൻ എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? അഗ്രജനാണ് കേട്ടോ. അഗ്രജൻ, ആത്മജൻ, അനുജൻ, അന്തണൻ, അതൊന്നുമല്ല, അഗ്രജനാണ് ആൻസർ. അവരജൻ എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? അഗ്രജൻ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ എ ഉദ്ഗ്രഥിതം, ഓപ്ഷൻ ബി ഉദ്ഗ്രഥിതം, ഓപ്ഷൻ സി ഉദ്ഗ്രഥിതം, ഓപ്ഷൻ ഡി ഉദ്ഗ്രഥിതം. ഏതാണ് ശരിയായിട്ടുള്ളത്? ഉദ്ഗ്രഥിതമാണ് കേട്ടോ. ഫസ്റ്റിലെയാണ്, ഓപ്ഷൻ എ ആണ് ഉദ്ഗ്രഥിതം. അടുത്ത ചോദ്യം നോക്കാം. ഭഗിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗ രൂപമാണ്. ഭഗിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗ രൂപം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ഭ്രാതാവ്. ഓക്കെ, സ്വസ്താവല്ല, ഭാഗിനേയനല്ല, ജാമാതാവുമല്ല, ഭ്രാതാവാണ് കേട്ടോ. ഭഗിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗ രൂപം ഏതാണ്? ഭ്രാതാവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 10 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഒക്ടോബർ 7-ാം തീയതി ചോദിച്ച 10 ചോദ്യങ്ങളാണിത്. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇതുപോലുള്ള മലയാളം, ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ SCRT പാഠപുസ്തകങ്ങൾ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്